ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എന്താ യൂണിഫോമൊക്കെ ഇട്ടിട്ടിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ അമ്മ പാരൻസ് മീറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനില്ലായിരുന്നു, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലും അവനും ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ ക്ലാസ്സിൽ വന്നത് അമ്മ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുന്നു. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മാർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവന് ഒരു ആപ്പിളിൻ്റെ പടമൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ വരച്ചിട്ട് ഇരിക്കുമായിരുന്നു. വരച്ചിട്ട് ഓട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിലും അവൻ എന്നോട് പറയുകയാണ് ഞാനിങ്ങനെ ഓട്ടയൊക്കെ വെച്ചിരുന്നത്, അതുകൊണ്ടായിട്ട് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ എന്താ മലയാളത്തിൻ്റെ മാർക്കൊക്കെ നോക്കി. അപ്പം എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം മാർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ മാർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അയാൻ കേട്ടോ. അപ്പോൾ ആളുടെ ഫേസ് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലറാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ ബാക്കിയുള്ള മാർക്കുകളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനവിടെ കുപ്പിയൊക്കെ വെച്ച് സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഒന്ന് ചോദിക്കുവാണ് ധ്യാൻജ്യോതിയുടെ ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫേസും കൂടി ബ്ലറായിപ്പോയി ഗൈസ്. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫേസാണ് ഞാൻ ബ്ലറാക്കി നോക്കി തന്നാലും അവൻ്റെ ഫേസ് ബ്ലറായി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അവനെ. അപ്പോൾ നമ്മളിതാ എല്ലാ മാർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അവനോട് ചോദിക്കുകയാണ് അടുത്ത പ്രാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിയോ എന്ന് ചോദിക്കണം. നല്ല മാർക്കല്ല, ഫുൾ മാർക്ക് വാങ്ങിക്കുമെന്ന് ചോദിക്കണം. അപ്പോൾ അവൻ പറഞ്ഞ ഓക്കെ എന്ന്. പിന്നെ അവൻ മിസ്സിനോട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചറിനോട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അയാൻ്റെ അമ്മ. അപ്പോൾ പിന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി നമ്മൾ അങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്കൂളിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. വെളിയിലെത്തിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നില്ല ഈ സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കരിയുടെ വീണ് കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിതാ എല്ലായിടത്തും ഇങ്ങനെ നടന്നു വരുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നല്ല മാർക്ക് വാങ്ങിയോ, അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് സൂപ്പറായിരുന്നു പാരൻസ് മീറ്റിംഗ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തൊക്കെ എത്താറായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് എത്താറായതോ ഇരിക്കുന്നു ഗേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്താറായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്താറായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി ഗായ്സ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗേറ്റ് എവിടെയാണെന്ന്. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഗേറ്റെല്ലാം കഴിഞ്ഞു വന്നു. അപ്പോൾ ഞാനിവിടെ എന്താ കുറേ നേരമായിട്ട് ഗേറ്റ് എന്ന് പറയുന്നതെന്നൊക്കെ വിചാരിക്കും. ബട്ട് എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ടതാണെന്ന് ആരും വിചാരിക്കേണ്ട ഗൈസ്. ഇത് ചുണ്ടൊക്കെ ആകെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചുമപ്പ് കളറാണ്. അപ്പം അല്ലാണ്ട് ലിപ്സ്റ്റിക് ഇട്ടതല്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഹായ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിനാണ് കേട്ടോ. അപ്പോൾ ഹായ് ഗൗരി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു ധ്യാൻജ്യോതി എന്ന്. അപ്പം അവനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പോകുന്നു ഗായ്സ്, ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വഴിനീളെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സ്കൂളെല്ലാം കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു അമ്മ ജ്യൂസ് മേടിച്ചു തരുമോ എന്ന്. അപ്പം അമ്മ പറഞ്ഞു മേടിച്ചു തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ജ്യൂസ് മേടിക്കാൻ കടയിൽ പോകുന്നു ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസ് മേടിക്കാനായിട്ട് കടയിലൊക്കെ എത്തി. അപ്പോൾ നമ്മൾക്കിനി ജ്യൂസ് കടയിൽ എത്തിയപ്പോൾ പിന്നെ എന്നെ പറയണ്ടല്ലോ, ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അമ്മ ബാഗെല്ലാം സ്കൂട്ടറിൽ നിന്ന് എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്ത് പോകുന്നു ഗൈസ്. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഇത്, റോഡ് ക്രോസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഈ ഒരു കടയിലാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിലും അവിടെ ജ്യൂസ് കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പ്ലാൻ മാറ്റി ഐസ്ക്രീം ആക്കി. അപ്പോൾ വേറൊരു കടയിലോട്ട് പോയി. അവിടെ ഐസ്ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവിടെയും ഐസ്ക്രീം ഇല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു 2 കടയിലും ഐസ്ക്രീം ഇല്ല. അതിപ്പം 2 കടയിലും ജ്യൂസും സിപ്പപ്പും ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ കടയെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കിലും എൻ്റെ കൈയാണ് ഗൈസ് ഭയങ്കര ക്ലിയർ ആയിട്ട് വന്നത്. ഞാൻ വിചാരിച്ചു കട ക്ലിയർ ആയിട്ട് വരുമെന്ന്. ബട്ട് കടയല്ല, കൈയാണ് ക്ലിയർ ആയിട്ട് വന്നത് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ റോഡിൽ കൂടി എത്തി. പിന്നെ നമ്മൾ മെയിൻ റോഡൊക്കെ എത്തി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു
100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നമ്മളൊരു ഗിവ് അവേ വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ചുണ്ടെല്ലാം പൊട്ടി ഗൈസ്. അപ്പോൾ നല്ല പെയിൻ ഉണ്ട് ഗൈസ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും ഇല്ല ഗൈസ് സംസാരിക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു വേറെ കടയിൽ പോകാമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ വേറെ കടയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് വേറെ കടയിലൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പോൾ വേറെ ഏത് കടയിലാണ് പോകുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം എനിക്കറിയില്ല, ഏതെങ്കിലുമൊക്കെ കടയിൽ പോകാൻ. ഓക്കെ ഗായ്സ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ഓഫീസ് എത്താറായിന്ന്. അപ്പോൾ അതോ ഇരിക്കുന്ന അച്ഛൻ്റെ ഓഫീസ് ഈ ഒരു മുടുക്കിൻ്റെ അകത്ത് പ്രീതി എന്ന് എഴുതിയിട്ടൊരു ബോർഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് അച്ഛൻ്റെ ഓഫീസ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു കടയിലെത്തി. ഈ കടയിൽ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട്, നമ്മളുടെ ലാസ്റ്റ് പ്രതീക്ഷയാണ് കേട്ടോ. അപ്പം അവനും അതേ പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കടയിലെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഈ കടയിൽ കയറി വന്നപ്പോഴത്തേക്കിലും അവിടുത്തെ മമ്മി പറഞ്ഞു ഉണ്ടല്ലോ മക്കളെ. അപ്പോഴാ ഒരാശ്വാസമായത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ ആ കടയിൽ പോയിട്ട് ആൻറ്റിയോട് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇപ്പോൾ എടുത്ത് തരാം, വെയിറ്റ് ചെയ്യൂന്ന്. അപ്പോൾ ആൻറ്റി ചോക്കോബാർ വേണം ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി സ്ട്രോബെറി എടുത്തു തന്നു. ഓക്കെ. അപ്പോൾ പിന്നെ ആൻറ്റി അടുത്ത് ഞാൻ പറഞ്ഞു സ്ട്രോബെറി ഇവിടെ ഇരിക്കട്ടെ, വേറെ എടുക്കും ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഗുവൻ്റെ ഐസ്ക്രീം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ബില്ലടിക്കാൻ പോയപ്പോഴത്തേക്ക് ആൻറ്റി പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറയാം മക്കളെ ഇവിടെ ഗ്രീൻ ആപ്പിൾ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ പറഞ്ഞു എന്തായാലും ഗ്രീൻ ആപ്പിൾ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ആപ്പിൾ എടുത്തപ്പോഴത്തേക്ക് അവന് ഗ്രീൻ ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഗ്രീൻ ആപ്പിൾ വേണമെന്ന്. അപ്പോൾ ആൻറ്റി എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് സ്ട്രോബെറി തന്നെ മതി. അങ്ങനെ മൊത്തം കൺഫ്യൂഷനായിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ജ്യൂസൊക്കെ എടുത്തു കേട്ടോ, ഫാൻ്റെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആ സാധനം പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൻറ്റി പൊട്ടിച്ചൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തരുമെന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ ആദ്യം അനിയന് കൊടുത്തു. അവസാനം ഇത്തിരി കിട്ടിയിട്ടോ, അത് ടേസ്റ്റ് പോലും അറിയാൻ പറ്റില്ല. എന്നാലും കിട്ടിയത് വെച്ച ഓണം പോലെ എന്നും പറഞ്ഞോണ്ട് ഞാൻ കുടിച്ചു ഗൈസ്. അത് കിട്ടിയതെങ്കിലും ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ വാങ്ങിച്ചത് സ്ട്രോബെറിയുടേതും എൻ്റെ അനിയൻ മേടിച്ചത് ഗ്രീൻ ആപ്പിളിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്കിനി പോവാം. എന്തായാലും ഒരു പപ്സും കൂടി മേടിച്ച് തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് വീട്ടിൽ വന്നാൽ കൊള്ളാമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ അമ്മ. അപ്പം അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമ്മൾ സേഫായിട്ട് നമ്മുടെ സ്പെക്സും ഐസ്ക്രീമും കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ സ്പെക്സ് വയ്ക്കാൻ പറ്റാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്പെക്സ് ഊരുന്നത്. പിന്നെ ഈ ഹെൽമെറ്റ് ഒന്ന് ഊരി വെച്ചാൽ മതി എന്നായിരുന്നു ഗൈസ്. കാരണം എൻ്റെ കാത് പിന്നെ കാതിങ്ങനെ മടങ്ങിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ വീഡിയോ പിടിക്കണമെന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ കാത് നേരെ വയ്ക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ഗേറ്റൊക്കെ ഒന്ന് തള്ളി തരാൻ. അപ്പോൾ ഗേറ്റൊക്കെ ഞാനിങ്ങനെ തുറന്നു കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അപ്പോൾ അമ്മ വണ്ടിയെല്ലാം കയറ്റി ഗൈസ്. അപ്പോൾ അമ്മ വണ്ടി കയറ്റിയത് ഞാൻ ഗേറ്റ് അടയ്ക്കാൻ നോക്കിയിട്ട് ഗേറ്റാണെങ്കിൽ അടയുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ വീടെത്തിയപ്പോഴത്തേക്കൊരു 3-3:30 ഒക്കെ ആയിട്ടോ. അപ്പോൾ എൻ്റെ അമ്മ കുറച്ച് നേരത്തെ വന്നു ഗൈസ് പാരൻസ് മീറ്റിങ്ങിന്. ഞാൻ അമ്മയുടെ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഈ പ്രാവശ്യം വരുമ്പോൾ എൻ്റെ അനിയനെ ആദ്യം കാണാൻ പോരുത്, എന്നെ കാണാൻ വന്നിട്ട് അവനെ കാണാൻ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, ഇത് ചെരുപ്പൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു യൂസ് ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും ചെരുപ്പ് ഇവിടെയാണ് ഊരിയിടാറ്. പിന്നെ എന്തിനാണ് ഈ സംഭവം ഇവിടെ ഇരിക്കുന്നതെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മളിതാ കയറിപ്പോയി. അപ്പോഴത്തേക്ക് ബാഗും ഹെൽമെറ്റും എല്ലാം അകത്ത് കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടി അകത്ത് കൊണ്ട് വെക്കാൻ പോവുകയാണ് ഗൈസ്. പിന്നെ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഐസ്ക്രീം അലിയാൻ പാടില്ല, ഐസ്ക്രീമിന് എങ്ങനെയെങ്കിലും ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിനെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ് ഗൈസ്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കാം. അപ്പം നമ്മൾ ഐസ്ക്രീം എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. എന്തായാലും നമ്മളുടെ ഐസ്ക്രീം നേരെ ഫ്രീസറിൽ കൊണ്ട് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ്റെ ഗ്രീൻ ആപ്പിൾ ഐസ്ക്രീം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ. പിന്നെ അതെല്ലാം ഒറ്റയടിക്ക് ഇരുന്ന് തിന്നാനുള്ളതാണല്ലോ. പിന്നെ നമുക്കിനി ഇത്രയേ ഉള്ളൂ.